എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്കെല്ലാവർക്കും പ്രിയങ്കരനായ മമ്മൂക്ക, മഹാനടൻ ശ്രീ മമ്മൂട്ടി, അദ്ദേഹം 1951 സെപ്റ്റംബർ 7-ാം തീയതി, അതായത് ചിങ്ങമാസത്തിലെ വിശാഖം നക്ഷത്രം ജനിച്ചിരിക്കുന്നത്. വിശാഖം 4-ാം പാദമാണ്, വൃശ്ചികക്കൂറിലെ വിശാഖമാണ്. അപ്പോൾ ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കും. ചന്ദ്രൻ എന്ന ഗ്രഹം വൃശ്ചികം രാശിയിൽ നിൽക്കും. വൃശ്ചികം ചന്ദ്രൻ്റെ നീച ക്ഷേത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രഹനില പ്രകാരം 2024 ജൂൺ മാസം മുതൽ നീചനായ ചന്ദ്രൻ്റെ ദശ തുടങ്ങി. ഇപ്പോൾ നീചനായ ചന്ദ്രദശയിൽ സ്വപഹാരം, ചന്ദ്രൻ്റെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2034 വരെ 10 വർഷം ചന്ദ്രദശയാണ്. ഈ നീചനായ ചന്ദ്രദശയിൽ ശാരീരികമായും മാനസികമായും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുക. മാത്രമല്ല, തുലാം ലഗ്നമാണ്. ലഗ്നാധിപനും അഷ്ടമാധിപനുമായ ശുക്രൻ 11-ാം ഭാവത്ത് ചിങ്ങം രാശിയിൽ നിൽക്കുന്നു. ശത്രുക്ഷേത്രത്തിൽ കൂടെ സൂര്യൻ നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു, കേതു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലഗ്നാധിപൻ്റെ കൂടെ പാപഗ്രഹങ്ങളായ സൂര്യൻ്റെയും കേതുവിൻ്റെയും യോഗം വന്നു. അതത്ര നല്ലതല്ല. മീനം രാശിയിലെ 6-ാം ഭാവത്ത് വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഈ വ്യാഴം അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് 5, 7, 9 ഭാവങ്ങളിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ മീനത്തിൽ നിൽക്കുന്ന വ്യാഴം വൃശ്ചികത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ഒരു പോസിറ്റീവായ കാര്യമാണ്. ഈ വിശാഖ നക്ഷത്രക്കാർ ജനിക്കുക വ്യാഴദശയിലാണ്. അദ്ദേഹത്തിന് 3 വർഷം 9 മാസം വരെ വ്യാഴദശ, പിന്നീട് 19 കൊല്ലം ശനിദശ, പിന്നീട് 17 കൊല്ലം ബുധദശ, പിന്നെ 7 വർഷം കേതുദശ, പിന്നെ 20 വർഷം ശുക്രദശ, 6 വർഷം സൂര്യദശ. ഇപ്പോൾ ചന്ദ്രദശ നടക്കുന്നു. നീചനായ ചന്ദ്രദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് 2034 വരെ. ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.